വി ഡി സതീശൻ സർക്കാരിൻ്റെ അപ്പോയിൻമെൻറ്റുകൾ ഓഡിറ്റ് ചെയ്യുന്നത് ഏഷ്യാനെറ്റ് ചാനലാണ്. അങ്ങനെ സണ്ണി ജോസഫ് നിയമിച്ച അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു, അങ്ങേരും ഒരു പൊളിറ്റീഷ്യനാണ്. ആ പൊളിറ്റീഷ്യനെ മന്ത്രിയുടെ സ്റ്റാഫിൽ നിയമിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ബന്ധുവായി പോയി എന്നുള്ളത് കൊണ്ട് അയാളെ നാടുകടത്താനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റായ തൻ്റെ സ്റ്റാഫ്, അതിൽ പൊളിറ്റിക്സിൽ തന്നെ പ്രവർത്തിക്കുന്ന, തെരഞ്ഞെടുപ്പ് അടക്കം സണ്ണി ജോസഫിനെ സഹായിച്ച ആളിനെ പേഴ്സണൽ സ്റ്റാഫിൽ വഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഏഷ്യാനെറ്റും മറ്റ് ചാനലുകളും ചേർന്ന് നടത്തിയ ഭീകരമായ ആക്രമണത്തിൽ സണ്ണി ജോസഫ് ഭയന്നുപോയി, വി ഡി സതീശൻ തകർന്നുപോയി. അപ്പോയിൻമെൻറ്റ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇപ്പോൾ അടുത്ത അപ്പോയിൻമെൻറ്റ് വിവാദത്തിലായിരിക്കുന്നു. അത് അഡ്വക്കേറ്റ് കെ ബി പ്രദീപ് എന്ന വക്കീലിൻ്റെ അപ്പോയിൻമെൻറ്റാണ്. ഈ കെ ബി പ്രദീപ് എന്ന വക്കീൽ കേരള ഹൈക്കോടതിയിൽ നല്ലൊരു വക്കീലായിട്ട് അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് ദേവസ്വം കാര്യങ്ങളിൽ സാമാന്യം നല്ല ഗ്രാഹ്യമുള്ള, 10-13 വർഷമായിട്ട് ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്ന, പലപ്പോഴും അമിക്കസ് ക്യൂറിയായിട്ടും അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ടും എല്ലാം ഹൈക്കോടതി തന്നെ നിയോഗിക്കുന്ന ഒക്കെ ലൈവായിട്ടുള്ള ഒരു അഡ്വക്കേറ്റാണ്. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, പക്ഷേ ഞാൻ അന്വേഷിച്ചിടത്തോളം വളരെ പ്രൊഫഷണലായ ഒരു വക്കീലാണ്. നമ്മുടെ ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൻ്റെ തുടക്കത്തിൽ ഇതിന് 2 ഘട്ടമുണ്ട് ഹൈക്കോടതിയിൽ. ആദ്യം ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ സ്വർണം പൂശുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നിയ കോടതി എല്ലാവർക്കും നോട്ടീസ് അയച്ചു. അവരെല്ലാം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തു. അതിൽ ഒരു പാർട്ടിയായിരുന്നു ഈ സ്വർണം പൂശുന്ന സ്മാർട്ട് ക്രിയേഷൻസ് എന്ന ചെന്നൈയിലെ സ്ഥാപനം. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ, ഉടമസ്ഥൻ പങ്കജ് ഭണ്ഡാരി. ഈ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്ത് കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിച്ചത് കെ ബി പ്രദീപ് ആയിരുന്നു. പ്രദീപ് കുമാർ എന്നും ചില റെക്കോർഡുകളിൽ കാണുന്നുണ്ട്. ഏതായാലും എല്ലാവരും പ്രദീപ് എന്ന് പറയുന്നു, നമുക്കും പ്രദീപ് എന്ന് പറയാം. അങ്ങനെ കെ ബി പ്രദീപ് കോടതിയിൽ ഹാജരായിട്ട് ഇത് ബോധിപ്പിച്ചു. കോടതി മൊത്തത്തിൽ ഇത് വിലയിരുത്തിയിട്ട് പറഞ്ഞു, ഇതിലൊരു വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ കാണുന്നു. അതുകൊണ്ട് കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കുന്നു. ആ ടീം ഇതിനകത്തേക്ക് ആഴത്തിൽ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. അതോടെ ആ കോടതിയുടെ പ്രൊസീഡിങ്സ് ഇൻ ക്യാമറ ആക്കുന്നു. ഞാൻ 1, 2, 3 വീഡിയോയിൽ ഈ ഇൻ ക്യാമറ പ്രൊസീഡിങ്സിനെ വിമർശിച്ചവനാണ്. എന്തുകൊണ്ടാണ് ഇത് ഇൻ ക്യാമറ ആക്കുന്നത്? ഏതായാലും എൻ്റെ വിമർശനം ബധിരവിലാപം ആയിട്ട് കലാശിച്ചു. അത്രയേ ഉണ്ടായുള്ളൂ. ബധിര കർണങ്ങളിലാണ് അത് ചെന്ന് പതിച്ചത്. ആരും കേട്ടില്ല. അങ്ങനെ അത് മുന്നോട്ട് പോയി. അതിനുശേഷം കെ ബി പ്രദീപ് ആർക്ക് വേണ്ടിയിട്ടും സ്വർണ്ണക്കൊള്ളക്കേസിൽ ഹാജരായിട്ടില്ല. പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി അന്ന് ഫയൽ ചെയ്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അതിനുശേഷം പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്യപ്പെട്ടു. പങ്കജ് ഭണ്ഡാരിയുടെ അവിടെ പോലീസ് അന്വേഷിച്ച് ചെന്നു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കണ്ടുപിടിച്ചു. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു, അത് കിട്ടിയില്ല. അത് കഴിഞ്ഞ് അറസ്റ്റ് കഴിഞ്ഞിട്ട് ജാമ്യത്തിന് ശ്രമിച്ചു, അതും കിട്ടിയില്ല. കുറ്റപത്രം സമർപ്പിക്കാതെ 90 ദിവസം അദ്ദേഹം ജയിലിൽ കിടന്നു. അദ്ദേഹം മാത്രമല്ല, വേറെ ഒരുപാട് പേര് കിടന്നില്ല. ഏകദേശം എല്ലാ പ്രതികളും 90 ദിവസം ജയിലിൽ കിടന്നു. 90 ദിവസം കഴിഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടും. നിയമപരമായിട്ട് തന്നെ വിചാരണ കൂടാതെ നിങ്ങൾക്ക് 90 ദിവസത്തിലധികം ഒരാളെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വല്ല UAPA കേസൊക്കെ ആയിരിക്കണം. ഏതായാലും 90 ദിവസം കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങി. അപ്പോൾ അന്ന് തുടക്കത്തിൽ പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തു. അതുകൂടാതെ ഈ നാട്ടിൽ ഇതുപോലത്തെ സെൻസിറ്റീവ് കേസുകളിലെ വക്കീലന്മാരെല്ലാം TV ചർച്ചകളിൽ പങ്കെടുക്കുന്നത് അവരുടെ ഒരു തലവിധിയാണല്ലോ. കെ ബി പ്രദീപിനെ വേണമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം TV-യിൽ അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അദ്ദേഹത്തെ ബോധിപ്പിച്ച കാര്യങ്ങൾ ഇത് ശാന്തമായിട്ട് വിശദീകരിച്ചു.
ഇതാണ് കെ ബി പ്രദീപ് കുമാർ. ഇപ്പോൾ കേരള സർക്കാർ ഈ കെ ബി പ്രദീപിനെ സ്പെഷ്യൽ ഗവൺമെൻറ് പീഡറായിട്ട് നിയോഗിച്ചിരിക്കുന്നു. കേരള സർക്കാരിൻ്റെ റവന്യൂ ദേവസ്വം വിഭാഗത്തിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ദേവസ്വം എന്ന് പറഞ്ഞിട്ട്. ഈ മനുഷ്യൻ ദേവസ്വം ബോർഡിൻ്റെ വക്കീലല്ല കേട്ടോ. ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞ് ദേവസ്വം മന്ത്രിക്ക് കീഴിൽ സെക്രട്ടേറിയറ്റിലുള്ള ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടല്ല, അതിൻ്റെ സ്പെഷ്യൽ ഗവൺമെൻറ് ലീഡറാണ്. ഇപ്പോൾ കേരള ഹൈക്കോടതി 2007 മുതലുള്ള കണക്ക്, ഓഡിറ്റ് റിപ്പോർട്ട്, അതിൻ്റെ കംപ്ലയൻസ്, ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പക്ഷേ ഗവൺമെൻറ്റിന് തോന്നിക്കാണും സമർത്ഥനായ ഒരു വക്കീൽ നമുക്ക് ആവശ്യമാണ്, കോടതിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിക്കാനായിട്ടും സമയാസമയങ്ങളിൽ അത് കോടതിയെ ബോധിപ്പിക്കാനും ഒരു വക്കീലിൻ്റെ ആവശ്യമുണ്ട്, മിടുക്കനായിരിക്കണം എന്ന് തോന്നിയിട്ടായിരിക്കും കെ ബി പ്രദീപിനെ സ്പെഷ്യൽ ഗവൺമെൻറ് പീഡറായിട്ട് നിയമിച്ചു. അതാണ് വിവാദം. പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി ഹാജരായ കെ ബി പ്രദീപ് ഇപ്പോൾ ഇപ്പുറത്ത് വാദികൾക്ക് വേണ്ടി ഹാജരാകുന്നത് എങ്ങനെ? പ്രതിഭാഗം വക്കീൽ കൂറുമാറി വാദിഭാഗം വക്കീലായിട്ട് മാറി എന്നാണ് വാദം. ഇത് കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായും CPM-കാരാണ്. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ, ഇത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഭക്തരെ ചതിച്ചു, അങ്ങനെയല്ല. ഇതിലൊന്നും ഈ ചതിയൊന്നുമില്ല. നോക്കൂ, ഇതിൻ്റെ ക്രിമിനൽ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കൊല്ലം വിജിലൻസ് കോടതിയിലാണ്. SIT റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിക്കുന്നു. ബേസിക് കേസ് FIR 2 FIR ഉണ്ട്. ആ 2 FIR-ഉം കൈകാര്യം ചെയ്യുന്നത് കൊല്ലം വിജിലൻസ് കോടതിയാണ്. വിജിലൻസ് കോടതിയിൽ പോകാൻ എന്താ കാരണം? റാന്നി മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസിൻ്റെ പ്രൊസീഡിങ് തുടങ്ങുന്നത്. അപ്പോൾ SIT അതിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കൂടെ ഇട്ടു. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വിജിലൻസ് കോടതിയിൽ പോകണം. അപ്പോൾ നിയറസ്റ്റ് ജൂറിസ്ഡിക്ഷൻ കൊല്ലം വിജിലൻസ് കോടതിക്കായതുകൊണ്ട് കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് പോയി. ഇതാണ് വിജിലൻസ് കോടതിയിൽ ഈ കേസ് വരാൻ കാര്യം. ഈ വിജിലൻസ് കോടതിയിൽ ഈ കേസ് വാദിക്കുന്നവരാണ് സ്റ്റേറ്റിൻ്റെ പ്രോസിക്യൂഷനാണ്, അല്ലാതെ ദേവസ്വം ബോർഡല്ല. ദേവസ്വം ബോർഡ് വാദിയും പങ്കജ് ഭണ്ഡാരി, ഉണ്ണികൃഷ്ണൻ പൊറ്റി ഇത്യാദികളെല്ലാം പ്രതിയും ആയിട്ടുള്ള ഒരു കേസല്ല ഇത്. സ്റ്റേറ്റ് വാദിയും ഈ പറഞ്ഞ പ്രതികൾ 10-13 പേര്, ഈ പത്മകുമാർ, ശങ്കർദാസ്, ഇവരൊക്കെയുള്ള ഇവരെല്ലാം പ്രതികളും സ്റ്റേറ്റ് വാദിയും. അങ്ങനെയാണ് എല്ലാ ക്രിമിനൽ കേസുകളും നടക്കുന്നത്. നമ്മുടെ വീട്ടിലൊരു മോഷണം നടന്നു, നമ്മൾ പോലീസിൽ അറിയിച്ചു. പോലീസ് ഒരു FIR ഇട്ട് കള്ളനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പ്രോസിക്യൂഷനാണ് ആ കേസ് നടത്തുന്നത്, അല്ലാതെ നമ്മളല്ല. നമ്മൾ സാക്ഷിയാണ്. നമ്മളെ വിളിപ്പിക്കാം, നമ്മൾ സാക്ഷി പറയും. 1 മണിക്ക് ഞാൻ ഒന്ന് ഉണർന്ന് വെള്ളം കുടിക്കാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മേശപ്പുറത്തിരിക്കുന്ന മാല കണ്ടില്ല, അത് ഇതെന്ന് നമ്മൾ സാക്ഷി പറയും. അപ്പോൾ ഡീഫാക്റ്റോ കംപ്ലൈനൻ്റ് എന്നാണ് നമ്മളെ വിശേഷിപ്പിക്കുന്നത്. അതായത് നമ്മൾ പരാതിക്കാരനാണ്, പക്ഷേ സാക്ഷിയാണ് കേസ്, വാദിയല്ല. വാദി എപ്പോഴും സ്റ്റേറ്റാണ്. അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വാദി സ്റ്റേറ്റാണ്, സംസ്ഥാനമാണ്. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ കേസ് നടത്തുന്ന ആരാ? പ്രോസിക്യൂട്ടേഴ്സാണ്. കീഴ്ക്കോടതിയിലും സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ സംസ്ഥാനത്തിൻ്റെ വക്കീലന്മാരുണ്ട്. ഈ വക്കീലന്മാരുടെ മേലധികാരി ആരാ? ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, DGP. DGP സാധാരണ പോലീസിലെ DGP ആണ് എല്ലാവരും DGP എന്ന് വിളിക്കുന്നത്. ഇവിടെ അതല്ല, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. പോലീസിൻ്റെ ചീഫിന് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്നാണ് നിയമപരമായ ഡെസിഗ്നേഷൻ. അത് നിൽക്കട്ടെ. അപ്പോൾ ഇത്തരം കേസുകളുടെ ടോപ്പ് ഓഫീസർ എന്ന് പറയുന്നത് DGP ആണ്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. അത് അഡ്വക്കേറ്റ് ആസിഫ് അലി ആണ്. വളരെ പ്രഗത്ഭനായ, നേരത്തെയും അദ്ദേഹം DGP ആയിട്ടുണ്ട്. അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ്, KPCC അംഗമൊക്കെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ദാറ്റ് എപ്പാർട്ട്, വളരെ പ്രഗത്ഭനായ പ്രൊഫഷണലായ വക്കീലാണ്. അദ്ദേഹമാണ് എല്ലാ കേസുകളുടെയും സൂപ്പർവിഷൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഹൈക്കോടതിയിൽ പ്രധാനപ്പെട്ട കേസുകളിൽ നേരിട്ട് അദ്ദേഹം ഹാജരായിന്ന് വരും. ഇപ്പോൾ ഈ നടക്കുന്ന സ്വർണ്ണക്കൊള്ള കേസിൽ പലരും ജാമ്യത്തിനൊക്കെ ശ്രമിച്ചില്ലേ? പിണറായി വിജയൻ്റെ കാലത്ത് തന്നെ
ഈ കേസുകളെല്ലാം എതിർത്തോണ്ടിരുന്നത് അഡീഷണൽ DGP ആയിരുന്ന ഷാജി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതാണ് പ്രോസിക്യൂട്ടറുടെ ജോലിയാണത്. അഡ്വക്കേറ്റ് ജനറൽ അല്ല കേട്ടോ. അഡ്വക്കേറ്റ് ജനറൽ വേറെ, DGP വേറെ. ക്രിമിനൽ കേസുകൾ എല്ലാം കൈകാര്യം ചെയ്യുന്നത് DGP ആയിരിക്കും. അപ്പോൾ ഫലത്തിൽ സ്വർണ്ണക്കൊള്ളക്കേസിൻ്റെ ടോപ്പ് ഓഫീസർ ആരാ? ഈ DGP അസഫ് അലി അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. സാങ്കേതികമായിട്ട് നമുക്ക് ഈ KB പ്രദീപിനെ അഡ്വക്കേറ്റ് ജനറലിൻ്റെ കീഴിലെ ഒരു ഓഫീസറാണ്, ഒരു ലോ ഓഫീസറാണ് എന്ന് പറയാം. അസഫ് അലിയുടെ കീഴിലല്ല, ജെജു ബാബു എന്ന അഡ്വക്കേറ്റ് ജനറലിൻ്റെ കീഴിൽ. ഗവൺമെൻറ് പ്ലീഡർമാരെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിലാണ് വരുന്നത്, ജെജു ബാബുവിൻ്റെ കീഴിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ KB പ്രദീപ് ഒരു കാരണവശാലും പ്രോസിക്യൂഷൻ്റെ ഭാഗം വാദിക്കാനായിട്ട് വിജിലൻസ് കോടതിയിലോ ഹൈക്കോടതിയിലോ ഒന്നും വരുന്ന പ്രശ്നമില്ല. ഇനി അങ്ങനെ വന്ന് പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി ചാരപ്രവൃത്തി ചെയ്യും എന്നൊക്കെ സംശയിച്ചു തുടങ്ങിയാൽ എന്ത് ചെയ്യും? വക്കീലന്മാർക്ക് കേസ് എടുക്കണ്ടേ? ഒരു കാലത്ത് ഒരു കേസ് വക്കാലത്തെടുത്തു, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു, അത് തീർന്നു. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇനി ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാനേ പാടില്ല എന്നൊരു വാശി പിടിച്ചാൽ എങ്ങനെയാണ്? ഞാൻ ഈ സുപ്രീം കോടതിയിൽ നടന്ന ഒരു സംഭവമാണ് നമ്മളുടെ 2G കേസ്, 2G സ്പെക്ട്രം കേസ്. ആ കേസിൽ പ്രശാന്ത് ഭൂഷൺ ഉണ്ടായിരുന്നു, ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഉണ്ടായിരുന്നു, അന്ന് വളരെ പ്രഗത്ഭനായ രാം ജേഠ്മലാനി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേസ് ഈ ലൈസൻസ് റദ്ദാക്കി അതിലെ അഴിമതി അന്വേഷിക്കാൻ CBIയെ ഏൽപ്പിച്ചു. CBI A രാജ അഴിമതിയിൽ പെട്ടിട്ടുണ്ടെന്ന് കണ്ട് A രാജയെ അറസ്റ്റ് ചെയ്തു. ഒരാഴ്ച തികഞ്ഞില്ല എന്ന് തോന്നുന്നു, കനിമൊഴിയെ അറസ്റ്റ് ചെയ്തു, DMK നേതാവ്. കനിമൊഴി ജാമ്യാപേക്ഷ സമർപ്പിച്ചു, കീഴ്ക്കോടതിയിലാണ്. കീഴ്ക്കോടതിയിൽ കനിമൊഴിക്ക് വേണ്ടി ജാമ്യാപേക്ഷ മൂവ് ചെയ്തത് രാം ജേഠ്മലാനിയാണ്. ജേഠ്മലാനിയെ എല്ലാവരും കൂടെ വളഞ്ഞു. ഇതെങ്ങനെയാണ്? നിങ്ങളിതിൽ അഴിമതി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഫൈറ്റ് ചെയ്യുന്നു. ഒടുവിൽ CBI അന്വേഷിച്ച് അഴിമതിക്കാരനെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ജാമ്യം കൊടുക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നു. ഇപ്പോൾ രാം ജേഠ്മലാനി പറഞ്ഞുള്ള ഇതെന്തൊരു പാട്, ഞാൻ CBI അന്വേഷണം വേണമെന്ന് വാദിച്ചു, ഇതിൽ കറപ്ഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഇതിനകത്ത് പെട്ടുപോയ ഒരാളാണ് ഈ കനിമൊഴി കുറ്റക്കാരിയാണോ എന്ന് പോലും എനിക്കറിയില്ല. ഇനി കുറ്റക്കാരി ആണെങ്കിൽ തന്നെ അവർക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു. സാധാരണ ജാമ്യാപേക്ഷയിൽ വാദിക്കുന്നത് അങ്ങനെയാണ്. ഈ കുറ്റമൊന്നും അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റമൊന്നും അങ്ങേരെ ചെയ്തിട്ടില്ല, അങ്ങേരെ ജയിലിലിടേണ്ട കാര്യമില്ല. ഇനി പോലീസ് പറയുന്ന ഈ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് വയ്ക്കുക, അപ്പോൾ പോലും ഇയാൾക്ക് ജാമ്യത്തിന് അർഹതയുണ്ട്. ഈവൻ ഇഫ് വി അസ്യൂം ദാറ്റ് ഹി കമ്മിറ്റഡ് ദിസ് ക്രൈം ബട്ട് സ്റ്റിൽ ഹി ഈസ് എൻറ്റൈറ്റിൽ ഫോർ ബെയിൽ. ഇങ്ങനെയൊക്കെയാണ് വക്കീലന്മാരുടെ വാദം. അപ്പോൾ ജേഠ്മലാനി പറഞ്ഞു, ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് റോങ്, നിങ്ങൾക്ക് പ്രാന്താണ് വെറുതെ, നിങ്ങളെന്താ അന്വേഷണം വേണമെന്ന് പറഞ്ഞുള്ള കേസ് നടത്തിയത് ഞാനാണ്. അന്വേഷിച്ച ഒരാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾക്ക് ജാമ്യം എടുത്ത് കൊടുക്കാനും ഞാൻ പോകുന്നു. ഇതിൽ യാതൊരു കോൺട്രഡിക്ഷനും ഇല്ല, കോൺഫ്ലിക്റ്റും ഇല്ല, കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റും ഇല്ല. ഈ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ നാട്ടുകാർ പേടിച്ചു പോവുകയും ഇതെന്തോ കള്ളത്തരമുണ്ട് ഇതിനകത്ത്, കണ്ടില്ലേ, ഭണ്ഡാരിക്ക് വേണ്ടി വന്ന വക്കീൽ തന്നെയാണ് ഇപ്പോൾ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വക്കീൽ. പലരും ദേവസ്വം ബോർഡിൻ്റെ വക്കീലാണ്. ദേവസ്വം ബോർഡ് വേറെ, ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് വേറെ. ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരത്തിരിക്കുന്നവരാണ്, ദേവസ്വം ബോർഡും തിരുവനന്തപുരത്താണ്, നന്ദാവനത്താണ്. ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടേറിയറ്റിലാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ദേവസ്വം ബോർഡിൻ്റെ വക്കീലല്ല KB പ്രദീപ്, ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡിപ്പാർട്ട്മെൻറ്റിന് കുറച്ചുകൂടെ വർക്ക് ലോഡ് വരുന്നു, അല്ലെങ്കിൽ കുറേ കൂടെ നല്ല എക്സ്പെർട്ടീസുള്ള ആളെ വേണം എന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നി ഒരാളെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. അതിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം ചരിത്രമൊന്നുമല്ല, റീസെൻറ്റ് പാസ്റ്റാണ്. അതിൽ ഭണ്ഡാരിക്ക് വേണ്ടി അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ. സോ വാട്ട്? അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് അദ്ദേഹം ഭണ്ഡാരിയെ പോലെ കള്ളനാണ്, അല്ലെങ്കിൽ ഭണ്ഡാരിക്ക് വേണ്ടി ഇനി ജീവിതകാലം മുഴുവൻ അങ്ങേര് വാദിക്കും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതൊന്നും ഒരു ശരിയല്ല. ഡോക്ടർമാരെ പോലെയാണ് വക്കീലന്മാർ. അവർക്ക് വാദിയുടെ കേസ് എടുക്കേണ്ടി വരും,
പ്രതികളുടെ കേസും എടുക്കേണ്ടി വരും. ഒരു കേസിൽ വാദിക്ക് വേണ്ടിയിട്ട് ഹാജരാകും, വേറൊരു കേസിൽ പ്രതിക്ക് വേണ്ടിയിട്ട് ഹാജരാകും. ഡോക്ടറുടെ കാര്യം ഇതിലും കഷ്ടമാണ്. വാദിയെയും പ്രതിയെയും ഒരുമിച്ചാണല്ലോ ചികിത്സിക്കുന്നത്. അടിപിടിയൊക്കെ നടക്കുമ്പോൾ തല്ലിയവനും തല്ല് കൊണ്ടവനും പരിക്ക് പറ്റിയവനും പറ്റാത്തവനും ഒക്കെ ആശുപത്രിയിൽ അഡ്മിറ്റാകും. ഇവരെയൊക്കെ ഡോക്ടർ നോക്കണം. ഡോക്ടർ പ്രൊഫഷണലാണ് അല്ലേ? ഓരോരുത്തരുടെയും ആരോഗ്യം നേരെയാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. കേസിൽ ഈ ഒരു വ്യത്യാസമുണ്ട്. ഒരേ കേസിൽ വാദിക്കും പ്രതിക്കുമായിട്ട് നിങ്ങൾക്ക് ഹാജരാവാൻ പറ്റില്ല. ബട്ട് ഒരു കേസിലെ വാദിക്ക് വേണ്ടിയിട്ടും മറ്റേ കേസിലെ പ്രതിക്ക് വേണ്ടിയിട്ടും ഹാജരാവാം. അതിൽ തെറ്റൊന്നുമില്ല. ഒരിക്കൽ ഒരു പ്രതിക്ക് വേണ്ടി ഹാജരായി എന്ന് വിചാരിച്ചിട്ട് ആ നേച്ചറിലുള്ള അല്ലെങ്കിൽ അയാളും കൂടെ ഉൾപ്പെട്ടിട്ടുള്ള കേസുകളുടെ 7 അയൽവക്കത്തൂടെ ഇയാൾ പോകാൻ പാടില്ല എന്നൊന്നും നിയമമില്ല. അങ്ങനെ ബാർ കൗൺസിൽ നിയമമില്ല. ഇതൊക്കെ നന്നായിട്ട് അറിയുന്ന ആളാണ് KB പ്രദീപ്. വാസ്തവത്തിൽ അദ്ദേഹം ജഡ്ജിയാവാനുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം. ബട്ട് അദ്ദേഹത്തിന് ഈ ജഡ്ജിയാവാനൊരു സാമർഥ്യമൊക്കെ വേണമല്ലോ, പലവിധ സാമർഥ്യങ്ങൾ വേണം. അതില്ലാത്തതുകൊണ്ടാവാം പാവം വക്കീലായിട്ട് തുടരുന്നു. നല്ലൊരു വക്കീലാണ്. വെറുതെ കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് ആ അപ്പോയിൻമെൻറ്റ് ഏഷ്യാനെറ്റുകാർ ക്യാൻസൽ ചെയ്തു. ഏഷ്യാനെറ്റ് മാത്രമല്ല, മറ്റ് പലരും ഇത് ക്യാൻവാസ് ചെയ്യുന്നുണ്ട്. ഈ കേസ് പല ചാനലുകൾ ഇത് എടുത്ത് ബഹളം വയ്ക്കുന്നുണ്ട്. പ്രദീപ് അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം എന്തോ മഹാകാര്യം എന്നുള്ള മട്ടിൽ അവതരിപ്പിക്കുന്നുണ്ട്. ചെമ്പായിരുന്നോ, സ്വർണം പൂശിയതാണോ, പൂശിയതല്ലേ, ഇൻവെസ്റ്റിഗേഷനിൽ ഇദ്ദേഹം പറഞ്ഞത് നുണയാണെന്ന് തെളിഞ്ഞു എന്ന് വരുമ്പോൾ അതിനെന്താ? KB പ്രദീപ് കേസ് വാദിക്കുന്ന കാലത്ത് അതിൻ്റെ സ്റ്റാറ്റസ് എന്താണോ അതാണ് അദ്ദേഹം പറയുന്നത്. ആ സ്റ്റാറ്റസ് തന്നെ അദ്ദേഹത്തിൻ്റെ ക്ലയൻറ്റ് പങ്കജ് ഭണ്ഡാരി അദ്ദേഹത്തിന് കൊടുത്ത ഇൻഫർമേഷൻ വെച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം TV-യിൽ പറയുന്നത്. അല്ലാതെ ആത്യന്തികമായ സത്യമാണ്, ഇനി വേറൊരു സത്യവും ഇതിന് മുകളിലുണ്ടാവില്ല എന്നൊന്നും അദ്ദേഹം സത്യവാങ്മൂലമൊന്നും കൊടുത്തിട്ടില്ലല്ലോ. തനിക്കറിയാവുന്ന കാര്യങ്ങൾ താൻ കളക്ട് ചെയ്ത സോഴ്സിൽ നിന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് ഇല്ല, പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി വ്യാപകമായി മീഡിയയിൽ ഇദ്ദേഹം വാദിച്ചുകൊണ്ടിരുന്നു, ഒരു ചുക്കുമില്ല. മീഡിയ വിളിച്ചു ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു. ഏഷ്യാനെറ്റുകാരൻ കട്ടയും വടിയുമായിട്ട് പ്രദീപിൻ്റെ ഓഫീസിൽ ചെന്ന് പ്രദീപ് സംസാരിച്ചു, ഇത്രയേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം സോഷ്യൽ മീഡിയ നിറച്ച് ഭണ്ഡാരിയെ ന്യായീകരിച്ച് എഴുതി വെച്ചിട്ടുമില്ല, അങ്ങനെ വീഡിയോ ഇട്ടിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. ചോദിച്ചതിന് സമാധാനം പറഞ്ഞിടാ, അതിപ്പോൾ കുറ്റമായോ? ഇങ്ങനെയൊക്കെ മനുഷ്യരെ ഉപദ്രവിക്കരുത്. എനിക്ക് VD സതീശനോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ഏഷ്യാനെറ്റ് പേടിപ്പിക്കുമ്പോൾ അപ്പോയിൻമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം വലിയ കുഴപ്പത്തിലാകും. യു ആർ ദ ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള. ബി ബോൾഡ്. മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾ ചെയ്തു, അതിൽ ഉറച്ചു നിൽക്കുക. ചാനലുകളോട് പോയി പണി നോക്കാൻ പറയുക. ചാനലുകൾക്ക് ഇത് തന്നെയാണ് പരിപാടി. ഓരോ ദിവസവും ഓരോ വിവാദം ഉണ്ടാക്കുക, അവനെ പിരിച്ചുപിടിക്കുക, ഇവൻ്റെ ജോലി കളയിക്കുക, മറ്റവൻ്റെ സ്ഥാനം തെറിപ്പിക്കുക. ഇതൊരു ഹരമാണ് ചാനലുകൾക്ക്. ഇതിന് നിന്ന് കൊടുക്കരുത് മുഖ്യമന്ത്രി. കേരള മുഖ്യമന്ത്രി കേരളത്തിൻ്റെ മൊത്തം മുഖ്യമന്ത്രിയായിരിക്കണം. കർണേജപന്മാരുടെയും ക്യാമ്പയിൻ നടത്തുന്നവരുടെയും പ്രൊപ്പഗാൻഡ നടത്തുന്നവരുടെയും TV ചർച്ചക്കാരുടെയും ഒക്കെ അടിമയായിട്ട് മാറരുത് എന്നാണ് എൻ്റെ അപേക്ഷ. താങ്ക് യു.